വിമാനയാത്രാ മേഖലയിൽ തരംഗമുണ്ടാക്കിയ സ്പിരിറ്റ് എയർലൈൻസ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. 34 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം കമ്പനി പ്രഖ്യാപിച്ചു. ഇന്ധനവില വർധനവും ബിസിനസ് രംഗത്തെ മറ്റ് സമ്മർദ്ദങ്ങളും സാമ്പത്തിക ഭദ്രതയെ സാരമായി ബാധിച്ചിരുന്നു. അതിനാൽ സേവനം അവസാനിപ്പിക്കുന്നതായി സ്പിരിറ്റ് എയർലൈൻസ് പറഞ്ഞു. സ്പിരിറ്റ് എയർലൈൻസ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചതായി റിപ്പോർട്ടുകൾ. യുഎസിലെ പ്രമുഖ ബജറ്റ് എയർലൈൻ കൂടിയാണ് സ്പിരിറ്റ് എയർലൈൻസ്. ദീർഘനാളത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കൊടുവിലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ധനവില കുത്തനെ ഉയർന്നത് പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നയിച്ചെന്നാണ് കമ്പനി അറിയിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്നാണ് എണ്ണവില കുത്തനെ കൂടിയത്. ഇത് കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയെ താളം തെറ്റിച്ചു. കൂടാതെ ട്രംപിന്റെ കടാശ്വാസ പദ്ധതിയിൽ കടം നൽകിയവർ തൃപ്തരാകാത്തതും സേവനം നിർത്തുകയെന്ന തീരുമാനത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. പശ്ചിമേഷ്യയിലെ സാഹചര്യം വഷളാകുന്നതിൽ എപ്പോഴും നിർണായകമായത് ട്രംപിന്റെ തീരുമാനങ്ങളാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഹോർമുസ് മുനമ്പിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധവും അതിനുള്ള ഉദാഹരണം തന്നെയായിരുന്നു. നേരത്തെ തന്നെ കടബാധ്യതയുണ്ടായിരുന്നു സ്പിരിറ്റ് എയർലൈൻസിന്. എന്നാൽ ഏപ്രിലോടെ ഇന്ധനവില ഇരട്ടിയായി വർദ്ധിച്ചത് കമ്പനിയുടെ മുന്നോട്ടുപോക്കിനെ വലിയ തരത്തിൽ ബാധിച്ചു. കനത്ത നഷ്ടത്തെ തുടർന്ന് പിന്നീട് ശനിയാഴ്ചയാണ് 34 വർഷത്തെ സേവനം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായി സ്പിരിറ്റ് എയർലൈൻ അറിയിക്കുന്നത്. അതുമാത്രമല്ല, ട്രംപ് ഭരണകൂടം $50 കോടി സാമ്പത്തിക സഹായമായിരുന്നു കമ്പനിക്ക് വാഗ്ദാനം ചെയ്തത്. എന്നാൽ പാക്കേജിന്റെ നിബന്ധനകളിൽ കടം നൽകിയവർ വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെ ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. ഏകദേശം $240 കോടി കടബാധ്യത സ്പിരിറ്റ് എയർലൈൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ദിനംപ്രതി 100-ലധികം സർവീസുകളായിരുന്നു സ്പിരിറ്റ് എയർലൈൻസ് നടത്തിയിരുന്നത്. നേരത്തെയും നഷ്ടം കമ്പനിക്ക് നേരിട്ടുണ്ടെങ്കിലും ഇന്ധനവില കുത്തനെ കുതിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായതാണ് പറയുന്നത്. മറ്റ് പ്രമുഖ വിമാന കമ്പനികൾ കുറഞ്ഞ നിരക്കിലുള്ള സർവീസുകൾ ആരംഭിച്ചതും സ്പിരിറ്റിന്റെ ലാഭത്തെ ബാധിച്ചു കഴിഞ്ഞു. ഏകദേശം 14,000 സ്ഥിരം ജീവനക്കാരെയും 3,000-ഓളം കരാർ ജീവനക്കാരെയും ഈ തീരുമാനം ബാധിച്ചതായാണ് പറയുന്നത്. കൂടാതെ കമ്പനിയുടെ വെബ്സൈറ്റ് വഴി ഇതുവരെ നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകുമെന്നും കമ്പനി അറിയിച്ചു. എന്നാൽ ട്രാവൽ ഏജന്റുകൾ വഴിയോ മറ്റ് സൈറ്റുകൾ വഴിയോ ബുക്ക് ചെയ്തവർ ബന്ധപ്പെട്ട ഏജൻസികളെ സമീപിക്കേണ്ടി വരുമെന്നും കമ്പനി അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.